ബിൽക്കിസ് ബാനു കേസിൽ ഗുജറാത്ത് സർക്കാരിന് കനത്ത തിരിച്ചടി. 11 പ്രതികൾക്ക് ശിക്ഷാ ഇളവ് നൽകിയ ഉത്തരവ് സുപ്രീം കോടതി റദ്ദാക്കി. ഇല്ലാത്ത അധികാരം ഉപയോഗിച്ച് പുറപ്പെടുവിച്ച വിധി നിയമവിരുദ്ധവും നിലനിൽക്കാത്തതുമാണെന്ന് ജസ്റ്റിസ് BV നാഗരത്ന അധ്യക്ഷയായ ബെഞ്ച് വിധിച്ചു. പ്രതികളുമായി ഗുജറാത്ത് സർക്കാർ ഒത്തുകളിച്ചെന്നും കോടതികളെ അടക്കം തെറ്റിദ്ധരിപ്പിച്ചെന്നും കോടതി വിമർശിച്ചു. മാനസിക പരിവർത്തനമുണ്ടായ കുറ്റവാളികൾക്ക് ശിക്ഷാ ഇളവ് അനുവദിക്കുന്ന 1992 നയം ചൂണ്ടിക്കാട്ടിയാണ് ബിൽക്കിസ് ബാനു കേസിലെ 11 കുറ്റവാളികൾക്ക് ശിക്ഷാ ഇളവ് നൽകി ഗുജറാത്ത് സർക്കാർ ഉത്തരവ് പുറപ്പെടുവിച്ചത്. ഗുജറാത്ത് സർക്കാരിന്റെ ഈ തീരുമാനം ഉചിതമല്ല, നിയമ താൽപര്യങ്ങൾക്ക് വിരുദ്ധവും അധികാര ദുർവിനിയോഗവുമാണ്. വിചാരണ നടന്നത് മഹാരാഷ്ട്രയിൽ. ശിക്ഷാ ഇളവ് പരിഗണിക്കേണ്ട സർക്കാർ അതുകൊണ്ട് തന്നെ ഗുജറാത്തല്ല. പ്രതികളെ മോചിപ്പിക്കാൻ ഇല്ലാത്ത അധികാരം ഉപയോഗിക്കുകയായിരുന്നു ഗുജറാത്ത് സർക്കാർ. CRPC 432 അനുസരിച്ച് വിടുതലപേക്ഷയിൽ തീരുമാനമെടുക്കുമ്പോൾ വിചാരണ കോടതി ജഡ്ജിയുടെ അഭിപ്രായം തേടണം. ഇവിടെ അതുണ്ടായില്ല. 2022 സുപ്രീം കോടതി വിധിയാണ് സംസ്ഥാന സർക്കാരും പ്രതികളും സുപ്രീം കോടതിയിൽ ചൂണ്ടിക്കാട്ടിയത്. ശിക്ഷിക്കപ്പെട്ടവരിൽ ഒരാളായ R ഭഗവൻദാസ് ഷായുടെ മോചനത്തിന് 92 നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ 2 മാസത്തിനകം തീരുമാനമെടുക്കാൻ സുപ്രീം കോടതി നിർദ്ദേശിച്ചിരുന്നു. കോടതിയെ സർക്കാർ തെറ്റിദ്ധരിപ്പിച്ചതുകൊണ്ടാണ് ഇത്തരമൊരു തെറ്റായ വിധിയുണ്ടായത്. രാഷ്ട്രീയ സാമൂഹ്യ പ്രവർത്തകർ ഈ കേസിൽ പൊതുതാൽപര്യ ഹർജി സമർപ്പിച്ചത് നിലനിൽക്കുമെന്നും കോടതി പറഞ്ഞു. പ്രതികളോട് 2 ആഴ്ചയ്ക്കകം കീഴടങ്ങാനും കോടതി നിർദ്ദേശിച്ചു. 24 ഡൽഹി. നീതിപീഠം അതൊരു വല്ലാത്ത പ്രതീക്ഷയാണ്, ആത്മവിശ്വാസമാണ്. തുടക്കം മുതലുള്ള അട്ടിമറി ശ്രമങ്ങളെ അതിജീവിച്ചാണ് ബിൽക്കിസ് ബാനു കുറ്റവാളികൾക്ക് ശിക്ഷ വീണ്ടും ഉറപ്പാക്കുന്നത്. പരാതി സ്വീകരിക്കാൻ പോലും തയ്യാറാവാതിരുന്ന പോലീസ് മുതൽ കുറ്റവാളികളുടെ ശിക്ഷാ ഇളവ് ചെയ്യാൻ കരുനീക്കിയ ഗുജറാത്ത് സർക്കാർ വരെ തീർത്ത പ്രതിബന്ധങ്ങൾ ചെറുതായിരുന്നില്ല. നിർണായകമായ ആ കേസിന്റെ നാൾ വഴികളിലേക്ക്. 2002 ഫെബ്രുവരി 27 ഗുജറാത്തിലെ ഗോദ്രയിൽ ട്രെയിൻ തീവെപ്പിൽ 95 പേർ കൊല്ലപ്പെട്ടതിനെ തുടർന്ന് പൊട്ടിപ്പുറപ്പെട്ട കലാപമാണ് ബിൽക്കിസ് ബാനു കേസിന്റെ തുടക്കം. 2002 മാർച്ച് 3 വീട്ടിലേക്ക് ഇരച്ചുകയറിയ 30ഓളം കലാപകാരികൾ ബിൽക്കിസ് ബാനുവും അമ്മയുമടക്കം 3 സ്ത്രീകളെ കൂട്ടബലാത്സംഗം ചെയ്തത്. 5 മാസം ഗർഭിണിയായിരുന്നു 21-കാരി ബിൽക്കിസ് ബാനു. ബാനുവിന്റെ 3 വയസ്സുകാരി മകളടക്കം 7 കുടുംബാംഗങ്ങളെ സംഘം വധിച്ചു. 1 വർഷത്തോളം മതിയായ തെളിവുകളില്ലെന്ന് പറഞ്ഞ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തില്ല. കേസുമായി മുന്നോട്ടു പോകുന്നതിന് ബാനുവിനെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. ഇടപെടൽ ആവശ്യപ്പെട്ട് സുപ്രീം കോടതിയെയും ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെയും സമീപിച്ച ബിൽക്കിസ് ബാനുവിന് അനുകൂലമായി കേസ് അന്വേഷിക്കാൻ CBIയെ സുപ്രീം കോടതി ചുമതലപ്പെടുത്തി. തെളിവുകളുടെ അടിസ്ഥാനത്തിൽ 2 മാസത്തിനകം 11 പ്രതികളെ CBI അറസ്റ്റ് ചെയ്തു. സാക്ഷികളുടെ സുരക്ഷ പരിഗണിച്ചും തെളിവ് നശിപ്പിക്കപ്പെടുമെന്ന ആശങ്ക മൂലവും അഹമ്മദാബാദിൽ നിന്ന് ബോംബെയിലേക്ക് കേസ് മാറ്റുവാനുള്ള ബിൽക്കിസ് ബാനുവിന്റെ അപേക്ഷ ഹൈക്കോടതി സ്വീകരിച്ചു. 4 വർഷത്തെ വിചാരണയ്ക്ക് ശേഷം 2008 13 പ്രതികളും കുറ്റക്കാരാണെന്ന് വിചാരണ കോടതി കണ്ടെത്തി. 11 പേർക്ക് ജീവപര്യന്തം ശിക്ഷ വിധിച്ചു. കുറ്റക്കാരെന്ന് കണ്ടെത്തിയവർക്ക് വധശിക്ഷ നൽകണമെന്നാവശ്യപ്പെട്ട് CBI ബോംബെ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകി. ശിക്ഷയ്ക്കെതിരെ അപേക്ഷ നൽകിയ പ്രതികളുടെ അപ്പീൽ തള്ളിയ ബോംബെ ഹൈക്കോടതി 11 പ്രതികളുടെയും ജീവപര്യന്തം ശിക്ഷ ശരിവച്ചു. 15 വർഷത്തോളം ജയിൽ ശിക്ഷ അനുഭവിച്ചതിനാൽ ഇളവ് ആവശ്യപ്പെട്ടുകൊണ്ട് പ്രതികളിലൊരാളായ രാധേശ്യാം ഷാ കോടതിയിൽ ഹർജി നൽകി. ശിക്ഷാ കാലയളവിൽ ഇളവ് അനുവദിക്കാനുള്ള അധികാരം സർക്കാരിനാണെന്ന് പറഞ്ഞ കോടതി ഗുജറാത്ത് സർക്കാരിന് വിഷയം വിട്ടു. ശിക്ഷയിൽ ഇളവ് അനുവദിച്ചുകൊണ്ട് 2022 സ്വാതന്ത്ര്യദിനത്തിൽ 11 പ്രതികളെയും ഗുജറാത്ത് സർക്കാർ ജയിൽ മോചിതരാക്കി. ഗോദ്ര സബ് ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ പ്രതികൾക്ക് നൽകിയ വരവേൽപ്പ് വൻ വിവാദമായിരുന്നു. റിസർച്ച് ഡെസ്ക് 24. കുറ്റവാളികൾക്ക് താരാട്ടുപാട്ടുപാടിയ ഭരണകൂടങ്ങൾക്കേറ്റ അടി കൂടിയാണ് ഈ വിധി. ബിൽക്കിസ് ബാനു കേസിലെ സുപ്രീം കോടതി വിധിയിൽ മറുപടി പറയാൻ നിർബന്ധിതരായിരിക്കുകയാണ് BJP. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്ത്രീക്ഷേമ നയങ്ങൾ പ്രചാരണമാക്കാനുള്ള നീക്കങ്ങൾക്കിടെയാണ് BJP ഭരിക്കുന്ന ഗുജറാത്ത് സർക്കാരിന് സുപ്രീം കോടതിയിൽ നിന്നുള്ള രൂക്ഷ വിമർശനം ഉയരുന്നത്. ഗുജറാത്ത് സർക്കാരും കേന്ദ്ര സർക്കാരും പ്രതികളെ രക്ഷിക്കാൻ ഒത്തുകളിച്ചെന്ന് CPIM പോളിറ്റ് ബ്യൂറോ അംഗം വൃന്ദ കാരാട്ട് ആരോപിച്ചു.
2024 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വനിതാ യുവ വോട്ടുകളാണ് ബിജെപിയുടെ ലക്ഷ്യം. വനിതാ സംവരണ ബില്ല് ഉൾപ്പെടെ സ്ത്രീക്ഷേമ നയങ്ങൾ മുൻനിർത്തി പ്രചാരണ പദ്ധതി തയ്യാറാക്കുന്നതിനിടെ ബിൽക്കിസ് ബാനോ കേസിലെ സുപ്രീം കോടതി വിധി രാഷ്ട്രീയമായും ധാർമ്മികമായും ബിജെപിയെ ചോദ്യം ചെയ്യാൻ പ്രതിപക്ഷത്തിന് ആയുധം നൽകുന്നതാണ്. ഗുജറാത്ത് നിയമസഭാ തിരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചാണ് ഗുജറാത്തിലെ ബിജെപി സർക്കാർ പ്രതികൾക്ക് അനുകൂല നടപടി സ്വീകരിച്ചതെന്ന് നേരത്തെ തന്നെ ആരോപണം ഉയർന്നിരുന്നു. പ്രതികളെ ബിജെപി നേതാക്കൾ മാലയിട്ട് സ്വീകരിച്ചതും വിവാദമായിരുന്നു. ബലാത്സംഗ കേസിലെ പ്രതികളെ രക്ഷിക്കാൻ ഗുജറാത്ത് സർക്കാർ ഇല്ലാത്ത അധികാരം ഉപയോഗിച്ചെന്ന സുപ്രീം കോടതിയുടെ രൂക്ഷ വിമർശനം പ്രതിപക്ഷ ആരോപണങ്ങൾ ശരിവെക്കുന്നതാണ്. And they have also strongly criticized the Gujarat government for being a party to this. Therefore, it is a big slap on the Gujarat government, and also because the central government had been party to this. The central government had okayed this. ഗുജറാത്ത് കലാപത്തിലെ ഇരകൾക്കായി ശക്തമായ ഇടപെടൽ നടത്തിയ സാമൂഹ്യ പ്രവർത്തക ടീസ്റ്റ സത്തൽവാദ് ഗൂഢാലോചന കേസ് നേരിടുന്നതിനിടെ ബിൽക്കിസ് ബാനോ കേസിൽ സാമൂഹിക പ്രവർത്തകരുടെ ഇടപെടൽ സുപ്രീം കോടതി അംഗീകരിച്ചു എന്നതും ശ്രദ്ധേയമാണ്. 24 ഡൽഹി.